ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനിയായ കളി ദീപ് നഞ്ഞാട്ടത്, ഇവിടെ എത്തിയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, വേനൽക്കൂടിൻ്റെ 3-ാം ദിവസം ഉള്ള ക്യാമ്പാണ് നമ്മൾ ഇന്നിവിടെ നടന്നു വരുന്നത്. 2 ദിവസം, ആദ്യത്തെ ദിവസം സ്പോർട്സ് നടന്നു, 2ാമത്തെ ദിവസം ഇന്നലെ നല്ല ഒരു ക്ലാസ് അനീഷ് തകടിയിലൂടെ നടത്തി. ഇന്ന് ദീപക് സാറയുടെ നമുക്ക് കവിതകൾ കൂടുതൽ അറിയുവാനും നൂതനമായുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒരു അവസരം നമുക്ക് ഇവിടെ ലഭ്യമാണ്. സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, സാറിപ്പോൾ ഒരു കണ്ടക്ടറായിട്ട്, ഇടുക്കിയിൽ ഒരു കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ കവിതയെയും സാറ് കൂടുതൽ സ്നേഹിക്കുകയും അത് എഴുതുകയും ഈ അടുത്ത കാലത്ത് ഒരു കണ്ടകാവ്യം തന്നെ സാറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംബന്ധിച്ചുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ഈ കാലാവസ്ഥയുടെ സാഹചര്യം അനുസരിച്ച് ആണ് 8 മണി തൊട്ട് 10 മണി വരെ ആക്കി. ഇന്നലെയും അതുപോലെയായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച 1 മണിക്കൂർ പിന്നോട്ടാക്കിയത് കാലാവസ്ഥ വ്യതിയാനം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ എത്തിയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ്. പൂർവ്വ വിദ്യാർത്ഥികളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഈ സ്കൂളിൻ്റെ പഠനാധ്യാപിക, ഈ സ്കൂളിലെ എൻ്റെ സുഹൃത്തുക്കൾ കൂടിയായ അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികൾ, ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് നന്ദി പറയും. കാരണം ഇന്നത്തെ കാലത്ത് ഈ കവിതയെക്കുറിച്ചും കവിത ഭംഗിയെക്കുറിച്ചും അങ്ങനെ ഒരു വ്യാപകമായ ഒരു ആസ്വാദനവും ചർച്ചയും വളരെ കുറവാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച്. എന്നാൽ ഇപ്പോഴും വായന നടക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഒരുപാട് ആൾക്കാർ പറയുന്നത് നമുക്ക് തോന്നുന്ന കാര്യമാണ്, വായന
കുറഞ്ഞു കഴിയുന്നു കാര്യം. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ അഭിപ്രായത്തിൽ മുൻകാലങ്ങളിലുള്ളതിൻ്റെ അതുപോലെ തന്നെ വായനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷെ വായനയുടെ തലം മാറി എന്നുള്ളതാണ്. പണ്ട് ഒരു 10-15 വർഷം മുമ്പെങ്കിൽ വായന എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആശ്രയിക്കുന്നത് പുസ്തകങ്ങളും പത്രങ്ങളും മാത്രമേ. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് വായന വായിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ പുസ്തകം വായിക്കുമ്പോൾ മാത്രം വായന ഉണ്ടാവും. നമ്മൾ ഒരു ഗൂഗിളിൽ അല്ലെങ്കിൽ മൊബൈലിൽ ഏതെങ്കിലും ഒരു അറിവ് വായിക്കുമ്പോൾ വായനയല്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് വായന തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വായനയുടെ ലോകം നമുക്ക് ഇന്നും ഉണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളെല്ലാം മനുഷ്യരെ മനസ്സിലാക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു പ്രക്രിയ എന്നുള്ള വായനയാണ്. സാഹിത്യം വായിക്കുക, പഠിക്കുക, ചർച്ച ചെയ്യുക എന്നുള്ളപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ മാനസികമായൊരു സുഖം. അത് കഥ നമ്മളെല്ലാവർക്കും കഥ ഇഷ്ടമാണ്. കഥ കേൾക്കാനും പറയാനും ഇഷ്ടമാണ്. പക്ഷേ അതിനേക്കാൾ രസമാണ് കവിത. ഇന്നലെ നിങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്ത് കഥയെക്കുറിച്ചാണല്ലേ അനിഷ്ടങ്ങളിൽ സംസാരിച്ചത്. നല്ല ഭംഗിയായിട്ട് ക്ലാസ്സിൽ അപ്പോൾ ഇന്ന് കവിതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ കവിത ഇഷ്ടമുള്ളവർ ഒന്ന് കൈ നോക്കാം. കവിത ഇഷ്ടമുള്ളവർ ഒന്ന് കൈ നോക്കാമോ? ഓക്കെ. ബാക്കിയുള്ളതിന് കവിത ഇഷ്ടമുള്ള എൻ്റെ അർത്ഥമില്ല. ഇഷ്ടമാണ്, അത്രത്തോളം ഇഷ്ടമില്ലാന്നുള്ളത് അല്ലേ? അങ്ങനെയല്ല. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ കവിത ഭംഗിയായിട്ട് ചൊല്ലുന്ന ഒരു രീതിയിൽ കവിത മനോഹരമാണ്. ഞാനിപ്പോൾ ഒരു കവിത നിങ്ങൾ പറഞ്ഞാൽ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ കവിത ഭംഗിയായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് കവിത എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ത്യയുടെ വടക്ക് ഭാഗം ഹിമാലയം. അപ്പോൾ നമ്മൾ ഇന്ത്യ അറിഞ്ഞ് പറയുമ്പോഴത്തേക്ക് വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് ഞാൻ പറയുന്നു. വടക്ക് ഹിമാലയം, തെക്ക് സമുദ്രം. ഇത് പറഞ്ഞാൽ ഇത് കവിത പോലെ തോന്നും. പക്ഷെ ഇത് കവിതയല്ല. ഇപ്പം താജ്മഹൽ മനോഹരമാണ്. താജ്മഹൽ വളരെ മനോഹരമാണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഒരാൾ പറയുന്നു താജ്മഹൽ അതിസുന്ദരമാണ്, മനോഹരമായ ഒരു ബിൽഡിങ്ങാണ് താജ്മഹൽ. ഈ പ്രണയത്തിൻ്റെ സൗധമാണ് താജ്മഹൽ, സ്നേഹത്തിൻ്റെ മകുടമാണ് താജ്മഹൽ എന്ന് പറഞ്ഞാൽ അത് കവിതയല്ല, പകരം അത് പ്രസ്താവനയാണ്. നമുക്ക് വേണമെങ്കിൽ അത് കവിത എന്ന തോതിൽ പറയാം. താജ്മഹൽ മനോഹരം എന്ന് പറയാം. പക്ഷെ അത് കവിതയല്ല. പക്ഷേ നിത്യതയുടെ നിറഞ്ഞയിലെ ഒരു തുള്ളി കണ്ണുനീരാണ് താജ്മഹൽ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞാലെന്നറിയാമോ? താജ്മഹലിനെ കുറിച്ച് ഇരിക്കണ്ട, നമ്മൾ കവിതയെക്കുറിച്ച് എനിക്കറിയാം, നിങ്ങൾ പറയാം, സംസാരിക്കാം, നമുക്ക് സമ്മതിക്കാം. ഇപ്പം നമ്മൾ സിനിമാ പാട്ട് കേൾക്കാറുണ്ട്. സിനിമാ പാട്ടുകളിൽ കവിതകൾ നിറച്ച കവികളുണ്ട്. സിനിമാ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്, ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഞാൻ പറഞ്ഞു. ആശാന്റെ വീണ പഠിച്ചുകൊണ്ടാണ്. എത്ര പഠിക്കുന്ന നമ്മൾ കുമാരനാശാന്റെ വീണഭൂമി എന്ന കവിതയിൽ ഒരു 2 വരി പറയാൻ കഴിയുന്ന ആൾക്കാർ നയിച്ചാണ്. ആരെങ്കിലും ആശാന്റെ വീണഭൂമിയിലെ 2 വരി ഏതെങ്കിലും? ആ പുഷ്പമേ അധികതുങ്ക രാജ്ഞി കണക്കയേനി ശ്രീഭൂവി അസ്ഥിര അസംശയമെന്നു നിന്റെ ആ ഭൂതിയെന്ന് പുനരങ്ങ് കിടക്കുന്നു.
ശ്രീഭൂവിൽ അസ്ഥിര എന്ന വാക്കുകളുണ്ട്. ശ്രീഭൂവിൽ അസ്ഥിര. ശ്രീഭൂവിൽ അസ്ഥിര എന്ന വാക്ക് നമുക്ക് എടുക്കാം. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഭൂവിൽ എന്ന് പറഞ്ഞാൽ ഭൂമി, അസ്ഥിര എന്ന് പറഞ്ഞാൽ സ്ഥിരമല്ല. ഈ മൂന്ന് വാക്കുകൾ, ശ്രീ എന്ന വാക്കും അസ്ഥിര എന്ന വാക്കും ഭൂമിയിൽ എന്ന വാക്കും പ്രത്യേക വാക്കുകളായിരുന്നു. ഇപ്പോഴങ്ങനെയാണ്. പക്ഷെ ആശാൻ ഈ മൂന്ന് വാക്കുകളും കൂടെ ചേർത്ത് ഒറ്റ വാക്കാക്കി. ശ്രീഭൂവിൽ അസ്ഥിര, ദൂരദർശന കൃഷ്ണങ്ങൾ. ഇത് ഈ വാക്ക് ആശാന് മുമ്പ് ഇങ്ങനെ വാക്കില്ല. നമുക്കിന്ന് പറയാം ശ്രീഭൂവിൽ അസ്ഥിര എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഐശ്വര്യം അസ്ഥിരമാണ്. ഈ വാക്കുണ്ടാക്കിയത് കുമാരനാശാൻ. അപ്പോൾ കവികൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സാഹിത്യശാലയ്ക്ക് പുതിയ പുതിയ വാക്കുകൾ സംഭാവന ചെയ്യുന്ന ആൾക്കാരാണ് കവികൾ. തിരിയാണെങ്കിൽ ഒരു അരമണി കഴിയുമ്പോഴത്തേക്ക് തിരി മൊത്തം കത്തി പോകേണ്ടതല്ലേ അല്ലേ? നമ്മളിപ്പോൾ സാധാരണ തിരി നമ്മൾ കത്തി വരും. 10 രൂപ തിരി കത്തി പോകേണ്ടതല്ലേ? പക്ഷെ 2-3 മണിക്കൂർ വിളക്ക് കത്തിയിരിക്കുകയല്ലേ, തീ കത്തയല്ലേ, നശിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, തിരിയാണോ കത്തുന്നത്? അപ്പോൾ നിങ്ങൾ ആലോചിക്കും അല്ലേ, നിരീക്ഷിക്കും, ഒന്നുകൂടെ അത് നിരീക്ഷിക്കും. അപ്പോൾ പറയും ശരിയാണ്, തിരിയല്ലല്ലോ കത്തുന്നത്. പിന്നെന്താ തിരിയല്ല കത്തുന്നത്? ഇപ്പോൾ വിളക്കല്ല കത്തുന്നത്, തിരിയല്ല കത്തുന്നത്, പിന്നെ കത്തുന്നത് എണ്ണ. യഥാർത്ഥത്തിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അവിടെ കത്തുന്നത് വിളക്കുമല്ല തിരിയുമല്ല എണ്ണയാണ്. പക്ഷെ നമ്മൾ പറയും, എല്ലാവരും പറയും വിളക്ക് കത്തിക്കുന്നു എന്നല്ലേ പറയുള്ളൂ, തീ കത്തുന്നല്ലേ പറയുള്ളൂ, തിരിയാണെന്നോ തിരി കത്തുന്നതല്ലേ പറയുള്ളൂ. നമ്മൾ ആരെങ്കിലും വിളക്കിലെ എണ്ണ കത്തുന്നത് പറയാറുണ്ടോ? ഇല്ല, ഇല്ലല്ലോ. ഇപ്പോൾ പൊതുസമൂഹത്തിൽ നമ്മളെല്ലാവരും വിളക്കിലെ തിരി കത്തുന്നു, വിളക്ക് കത്തുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഭംഗിയായി നിരീക്ഷിക്കുകയും അത് കത്തുന്നത് തിരിയാണ് എന്ന് പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ മറ്റ് ആൾക്കാരിൽ നിന്ന് ഒരാൾ വ്യത്യസ്തമായി നിൽക്കുന്നത് അല്ലേ അല്ലേ? അവിടെയാണ്, അതായത് മറ്റുള്ളവർ കാണുകയും എന്നാൽ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കാണുകയും അതിനെ വിശകലനം ചെയ്യുകയും അതിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നവരാണ് കവികൾ. മനസ്സിലായില്ലേ? അവിടെയാണ് കവിത്വം ഉണ്ടാവുന്നത്. സാധാരണ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റു പറയുമ്പോൾ, എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റു പറയുമ്പോൾ അത് മാറ്റലുകളായി മാറുകയുള്ളൂ. അത് മാറ്റലുകളാണ്. നമ്മൾ സാധാരണ എന്താ മാറ്റല്? മാറ്റല് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം ഒരു സ്ഥലത്ത് തട്ടിയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ കേൾക്കുന്നതിനെ മാറ്റല് അല്ലേ? നമ്മൾ അദ്ദേഹം നമ്മളെ കൈ പിടിക്കുകയും അദ്ദേഹം പോകുന്ന വഴികളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുന്ന ശേഷിയുള്ള കവിയായി വയലാറാമ. പ്രണയത്തെക്കുറിച്ച്, ദുഃഖത്തെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച് അതിനെപ്പോലത്തെ കവിതകൾ വയലാറാമ എഴുതിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എതിരെയുള്ള എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എതിർപ്പിന്റെ ഭാഗമായിട്ട് വയലാറാമയുടെ കവിതകളെല്ലാം വെറും മാറ്റൊലികളാണ്. ആരോ പണ്ട് പറഞ്ഞ ഭാവനകൾ. പുഴയിലേക്ക് ചന്ദ്രബിംബം കാണുമല്ലേ? ഈ ചന്ദ്രബിംബം പുഴയിൽ ഈ ചന്ദ്രൻ കണ്ണാടി നോക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഭാവന. ആ ഭാവന വീണ്ടും ഞാൻ എഴുതുമ്പോൾ ഇതേ ഭാവന പുതിയ വരികൾ എഴുതിയാൽ അത് മാറ്റൊലിയാണ്. ഞാൻ പുതിയ ഭാവന എഴുതിയാൽ അത് കവിതയാവും. ഉദാഹരണം, കൈതപ്രത്തിൻ്റെ ഒരു സിനിമ വണ്ണാത്തി പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് അല്ലേ? പാട്ടില്ലേ? പാട്ട് പാടാൻ അറിയാമെങ്കിൽ ഇപ്പോൾ എനിക്ക് പാടാറില്ല. ഈ വണ്ണാത്തി പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്തുന്നത് വലിയ ഭാവനയാണ്. പക്ഷേ ആ ഭാവന മുൻ കവികൾ പറഞ്ഞു പോയ ഭാവനയാണ്. ഞാൻ എന്ന കവി വീണ്ടും അതിനെടുത്ത് കവിത ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ മാറ്റി
എന്ന് വേണമെങ്കിൽ പറയാം, മറ്റൊന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അടുപ്പത്തെ പാൽക്കൂടം തിളയ്ക്കുന്ന പോലെ ആശകൾ തുളുമ്പിയതായിരിക്കാം. ഈ പാട്ടിട്ടുണ്ടോ? ചന്ദ്രൻ്റെ പാട്ടല്ലേ? അടുപ്പത്തെ പാൽക്കുടം തിളയ്ക്കുന്ന പോലെ. നമ്മൾ അടുപ്പുണ്ട്, അടുപ്പിൽ പാൽ നിറച്ച് പാത്രം വെച്ച് ആ പാത്രം ചൂടാക്കിയാൽ സംഭവിക്കും? പാലിങ്ങനെ തിളച്ച് മറിയും, ഇല്ലേ? തിളച്ച് മറിയും. അപ്പം അടുപ്പിലിരിക്കുന്ന പാല് ഇങ്ങനെ തിളച്ച് മറിയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള എൻ്റെ ഉള്ളിലുള്ള ആശകൾ ഇങ്ങനെ തിളച്ച് മറിയുന്നു എന്നാണ് ഗിരീഷ് പതഞ്ജലി എന്ന കവി ഒരു സിനിമ പാട്ട്. അത് ആരും പറയാത്ത ഒരു ഭാവനയല്ലേ? ഈ ഭാവന ആരും പറഞ്ഞിട്ടില്ല. അത് അവിടെ അത് കവിതയായി, അത് മാറ്റൊലി അല്ലാതെയായി. പുതിയ മനോഹരമായ നോവൽ വായിക്കുമ്പോൾ നമ്മൾ പറയും വളരെ മനോഹരമായ നോവൽ, അത് ഉദാത്തമായ കവിത വായിച്ചുകൊണ്ടിരിക്കുന്നു പറയും. അപ്പോൾ ആ നോവൽ എന്തായാലും അതോടെ കവിതയായിട്ട് മാറും. അത് കവിതയാണോ? അത് നോവലാണ്, പക്ഷെ കവിതയായിട്ട് മാറും. ഇങ്ങനെ എല്ലാ സാഹിത്യ ശാഖകളുടെയും വേരുകൾ കവിതയിലുണ്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ കവിയും എല്ലാ സാഹിത്യകാരന്മാരും കവികളാണ്, നമ്മളും കവികളാണ്. ഭാവനയുള്ളവർ കവികൾ. നമുക്കിത് ഭാവിക്കാം. ഒരു മേഘം, നമ്മളിപ്പോൾ മേഘത്തെ കാണുന്നു. ഒരു മേഘത്തെ കാണുമ്പോൾ നമുക്ക് ആ മേഘം മേഘമായിട്ട് കാണാം, മേഘമല്ലാതെയും കാണാം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ആകാശം നോക്കുന്നു, ഞാൻ മേഘം കാണുന്നു വെച്ചു. ആ മേഘം കാണുമ്പോൾ ഞാൻ പറയുന്നു അതൊരു വിശനി പോലെ ഇരിക്കുന്നു വെച്ചു. വിശനി പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. മറ്റുള്ള മേഘത്തെ കാണുമ്പോഴത്തേക്ക് അത് ഒരു സ്വർണ്ണ തുണി പോലെ ഇരിക്കുന്നു. സ്വർണ്ണമേഘ തുണി പോലെ കേട്ടില്ലേ? സ്വർണ്ണം പോലെ ഇരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഓരോ സാഹിത്യകാരന്മാരും ഓരോ വസ്തുക്കളെ കാണുന്ന ഓരോ രീതിയിലാണ്. അത് ഭാവനയാണ്. ഈ ഭാവന എന്ന് പറയുന്ന കാര്യം കവികൾ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഭാവനയുണ്ട്. ഭാവനയില്ലാതെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും ഭാവന ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന സമയത്ത് ആ ബിസിനസ് വളരുകയും ഇന്ന ലാഭം കിട്ടുകയും ചെയ്യുന്നുള്ളൊരു കിട്ടുള്ളൂ. അത് ഭാവനയാണ്. അങ്ങനെ പക്ഷേ ഞാൻ ഒരു പന്തെടുത്ത് ആ ചെവലെറിയും, ആ ചെവൽ പന്തെറിഞ്ഞിട്ട് ആ പന്ത് അവിടെ നിന്ന് തട്ടി തെറിച്ച് തെറ്റിക്കൊള്ളരുത്. ഞാൻ നിന്നതായിട്ട് അറിഞ്ഞില്ലല്ലോ, ഞാൻ ഇവിടെ അറിഞ്ഞ് ചെവലറിഞ്ഞു. ഇതാണ് കവിത. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് കവിത. ഒരു കാര്യം കേട്ടോ, ഒരു കാര്യം നമ്മൾ നേരിട്ട് പറയുന്നത് ഇതല്ല, കവിത അല്ല, വളർന്ന് പറയുന്നതാണ് കവിത. ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, മനോഹരമാണ് താജ്മഹൽ. അത് കവിത അല്ല, പ്രസ്താവനയാണ്. പക്ഷേ ടാഗോർ പറഞ്ഞത് ആർക്കും പറയാമോ? ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ടാഗോർ താജ്മഹൽ കുറിച്ച് ഒരു വാചകം പറഞ്ഞില്ലേ, പറയാമോ? നിത്യതയുടെ നിറയിലെ ഒരു തുള്ളി കണ്ണുതിനാണ് താങ്കൾ. ഇത് കവിത. ഇതാണ് കവിതയും മറ്റ് സാഹിത്യ ശാഖകളിലും വ്യത്യാസം. ഇതിനെക്കുറിച്ചോ ഈ നമ്മൾ പറഞ്ഞ ഒരു സാഹിത്യ കാര്യത്തെക്കുറിച്ചോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടോ? അല്ലേ? ചോദിക്കുന്നുണ്ട്? ഇല്ല. ഞാനിങ്ങനെ മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ സംസാരിക്കുന്ന കവിതയെക്കുറിച്ചാണ്. പകുതി പേരും ഇത് തീർന്നെങ്കിൽ പോവാണ് എന്നെ പാതിരിയാൻ തോന്നും, അല്ലേ? അങ്ങനെയില്ല, അങ്ങനെയല്ല. വളരെ താല്പര്യപൂർവ്വമാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പറയണം, അതെൻ്റെ സംഭാഷണം കൊണ്ടല്ല, സംഭാഷണം ബോറാണ്. പക്ഷേ കവിതയെക്കുറിച്ച് കവിത എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. കവിത അത് രസമാണ്. രസമല്ലേ? രസമല്ലേ? ഇപ്പം
ആ കവിതയുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കവിത. വളരെ സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്. നിങ്ങൾ നമ്മുടെ സാധാരണ ഈ സ്പീച്ച് നമ്മളൊരു സ്പീച്ച് ഇരിക്കുകയാണല്ലോ, ശരിക്കും ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. ആരും കവിത തോന്നുന്നില്ല. പക്ഷേ നമ്മൾ കവിത സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെയോ പറയുന്നു, നിങ്ങൾ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല. ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറയും. നിങ്ങൾ ചോദിച്ചു ഇത് എന്തെങ്കിലും സംശയമുണ്ടെന്ന് ചോദിച്ചു അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ സംശയങ്ങളും തീർക്കുന്ന വ്യക്തിയുടെ അർത്ഥമില്ല. ഞാൻ പണ്ഡിതനാണ് എന്നുള്ള അർത്ഥമില്ല. നിങ്ങൾ ചോദിക്കുന്നതിന് എനിക്ക് അറിയാവുന്നത് ഉത്തരം പറയും. മോനെ വേണ്ടാണ് അല്ല. ഓക്കെ, ചോദിച്ച കുറച്ച് നല്ല കുറച്ച്. അതായത് കവിത എഴുതുമ്പോഴത്തേക്ക് കവിതയ്ക്ക് പേര് കൊടുക്കുന്നത് കവിതയുടെ ആശയം നോക്കിയാണോ എന്നല്ല ചോദിച്ചത്. നമ്മൾ സാധാരണ ഒരു കവിതയിൽ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. പക്ഷെ നേരത്തെ കൊണ്ട് കഴിഞ്ഞ അത് സുഖയുടെ വിഷമമുണ്ട്. വിഷമം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിഷമിക്കാം. വിഷമം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കപ്പെടുന്ന സാധനമാണ്. അതറിയാമല്ലോ, നമ്മൾ മനസ്സിനകത്ത് പെട്ടെന്ന് ഉണ്ടാക്കപ്പെടുന്ന വികാരമാണ് വിഷമം. നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും. എന്നാൽ സന്തോഷിക്കാൻ പാടാം. നമ്മൾ ഈ വിഷമത്തിൽ കാര്യം പറയാൻ പറയുമ്പോൾ ഈ കവിതകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വിഷമത്തിലുണ്ടാകും കേട്ടോ അല്ലേ. വിഷമമുണ്ടാകും. നമ്മൾ വിഷമത്തെ കവിതയാണ്, ദുഃഖത്തെ കവിതയാണ്. ആ ദുഃഖത്തെക്കുറിച്ച് കവിത ചെയ്യുമ്പോൾ ആ കവിതയിൽ നമ്മൾ ഏറെ തുടങ്ങുമ്പോൾ മനസ്സിനകത്ത് ഒരു കവിത പറയും. ഈ കവിതയ്ക്ക് ഞാൻ എഴുതുന്ന കവിത എന്നതിന് ആശയം ഉണ്ടാകും. നമ്മളെപ്പോഴും കവിത എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിൽ ഫ്രെയിം കാണും. അതായത് ഇന്നലെ പറയാ എന്നെ പണ്ടിട്ട് കൊടുത്തുകൊണ്ട് പോയ സിന്ധു ഇന്ന് ചിരിക്കുന്നു. ആണ് വിഷയം. അവൾ ഇന്നലെ കണ്ട് ചിരിക്കുന്നത് ഇന്ന് ചിരിക്കുന്നു. ഭയങ്കര എന്നാലും ചിരിച്ചില്ല. ഞാൻ എന്ത് പറഞ്ഞു ഇന്നലെ ഞാൻ ചിരിക്കാറുണ്ടാണ് ചിരിക്കാത്തത്. അപ്പോൾ അങ്ങനെ എന്നപ്പോഴത്തേക്ക് എന്തൊക്കെ നമ്മളിപ്പോൾ വെറുതെ ഈ കവിത എന്ന് പറഞ്ഞാൽ വെറുതെ കവിത സാഹിത്യം വെറുതെ ചിലപ്പോൾ ഉണ്ടാകുന്നതാണ്. ചുമ്മാ ഇത് പോലെ ഉണ്ടാകും. പാതവൻ വഴിവക്കിൽ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ പാതിയടഞ്ഞു പലതും പറഞ്ഞു ഞാൻ പോകുന്ന നേരത്ത് പലതായി ആരാണ് സുഖമാണ് സുഖത്തിന് എഴുതി വരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ കവി വരുമ്പോൾ ഈ പേരിനെ കുറിച്ച് ആലോചിക്കാതെ പേരാലോചിക്കാതെ മനസ്സ് മുഴുവൻ കവിത ലോകത്ത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ലോകത്ത് ജീവിക്കും. ഈ കവികൾ ജീവിക്കുന്ന ഈ ലോകത്ത് അവരും ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ കവിത എഴുതാനിരിക്കുമ്പോൾ അവരൊരു സ്വന്തമായൊരു ലോകം നിർമ്മിക്കും. ആ ലോകത്ത് അവർ ഇരിക്കും. ആ ലോകത്ത് അവരുദ്ദേശിക്കുന്ന അവരിഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം ഉണ്ടാകും. അതിനെക്കുറിച്ച് അവർ കവിത എഴുതും. അപ്പോൾ കവിത വരും. ഈ കവിതകൾ എഴുതി വരുമ്പോൾ അവസാനം കവിത ഈ കവിത അവസാനം ഇങ്ങനെ ഇനി ഒരിക്കലും ഞാൻ നിന്നെ മുഖത്ത് നോക്കില്ല കവിത സ്വപ്നം വീട് വരുമ്പോൾ പേരാണ്. ഈ പേരെന്താകുമോ ചോദിച്ചത്. നമ്മൾ ഈ കവിത എഴുതിക്കൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും ഈ എഴുതി വരുന്ന വഴികളിൽ നമുക്ക് ഈ വാക്ക് കിട്ടും. ഈ വാക്ക് മന്ദാകിരി ജലം പോലത് മന്ദഹസിച്ചെങ്കിലും നോക്കും. ഇത് നമ്മൾ വെച്ചു അവധി നമ്മൾ
ലാസ്റ്റ് പേര് മന്ദാകി. കവിത മന്ദാകി. ഇതല്ലാതെ ഇത് രീതിയാണ്. ഇതല്ലാതെ നമ്മൾ കവിത എഴുതുമ്പോഴായിട്ട് മനസ്സിൻ്റെ പേര് ആദ്യമേ വരും. അതായത് നമ്മളിപ്പം വൈകുന്നേരം വെറുതെ ഇരിക്കുക. ഇന്നിപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ചെമ്പഴച്ചെടിയിൽ രണ്ട് ഇലകൾ നമ്മൾ രണ്ട് സാധനങ്ങൾ ഒരു ചിലന്തിക്ക് വലയിട്ടു. ചിലന്തി വലയിട്ടു. നമ്മൾ കാണുമ്പോൾ ആ ചിലന്തി വലയിട്ടു. ഈ ചിലന്തി വലകെട്ടുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടാവും. കാരണം ഈ ചിലന്തി വലകൾ കെട്ടി മനോഹരമായി ബലത്തിന് കെട്ടിയിട്ട് ആ ചിലന്തി എന്ന് പറയാമോ ഈ വലയുടെ ഏതെങ്കിലും മൂലത്തെ ഒളിച്ച് ഇതിനാണ് പക്ഷികൾ ഈ വലയിൽ വീഴാൻ വേണ്ടി. ഈ പക്ഷികളല്ല ചെറിയ കീടങ്ങൾ. ഈ കീടങ്ങൾ വലയിൽ വീണ് അതിൻ്റെ കാലുകൾ ഈ വലയുടെ പശയിൽ ഉടക്കി കുടിരിക്കാനാവാതെ ഇങ്ങനെ പിടയുമ്പോൾ ഈ ചെറിയ പൊതുക്കനെ ഇവിടുന്ന് വന്ന് ഈ ഇതേ പക്ഷി ഇത് നമ്മൾ കാണുക. നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാവാണെങ്കിൽ ഉണ്ടാവുന്നവർ കവികൾ അതാണ് കാര്യം ഉണ്ടായി. നമുക്ക് ഇതിനെക്കുറിച്ച് കവിത. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പേരാദ്യം നമ്മൾ ചെയ്യുന്ന കവിതയ്ക്ക് പ്രേമുണ്ടല്ലോ. നമ്മൾ ഇത് ഈ തീരത്തെ പുഴുവിനെ ചിലന്തി തിന്നാൻ വേണ്ടി കഴിവെടുക്കുന്നത് ഏതൊക്കെ കഴിവെടുക്കുന്നതിലേക്ക് നമ്മൾ ഒരു പേര് പറയും. തീരത്തെ ഭക്ഷിക്കണം. തീരത്തെ ഭക്ഷിക്കണം. ഓക്കെ. ആ പേരിന് നമ്മൾ ചെയ്യുന്ന കവിത ആശയബന്ധമുണ്ട്. ആശയബന്ധം ഉണ്ട്. ഇത് ഒരു രീതി മനസ്സിലാക്കണം. ഇത് വേറെ രീതിയുണ്ട്. എഴുതുന്ന കവിത യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഉദാഹരണങ്ങളിൽ ഞാൻ ചെറുപ്പം കഴിഞ്ഞ് വയസ്സായി ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്ന കവിതയിൽ ഞാൻ പേരെടുത്ത് ഈ പുഴയും കാണും. ഈ പേരെടുത്ത് ഈ പുഴയും കാണും. എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ചെയ്ത കവിതയ്ക്ക് എൻ്റെ പുഴയ്ക്ക് ബന്ധപ്പെട്ട പേരെടുത്ത് ഈ പുഴയും കാണും. അതിന് ഈ കവിത ആശയം ബന്ധമില്ല. പക്ഷേ ആശയമായിട്ട് ബന്ധം വരും. അകന്നു നോക്കി കവിതയുടെ പേരും കവിതയുടെ ആശയമായിട്ട് എപ്പോഴും ലിങ്കിലാവാതെ അത് അകന്നു വയ്ക്കും ചേർത്ത്. പക്ഷെ അത് അവ്യക്തമായി കാണാൻ ചേർന്നുകൊണ്ടിൻ്റെ ബന്ധങ്ങൾ നിർത്തുന്നു. അപ്പോൾ കവിതയുടെ പേരുകൾ നമുക്ക് ഒരു കവിക്ക് ഈ രീതിയിൽ ഞാൻ പറഞ്ഞ മനസ്സിലായാണ്. ഈ രീതിയിൽ കവിത പേരുകൾ നമുക്ക് എന്നാൽ സംശയമുണ്ട്. വേണേ കവിതയ്ക്ക് വേണം ഗുണമില്ല. പക്ഷേ കാഞ്ചി എന്താ കാഞ്ചി അരഞ്ഞാണം. അപ്പോൾ അരഞ്ഞാണം ദേഹത്തിനോട് ചേർത്ത് കെട്ടിയൊരു ആഭരണമാണ് അല്ലേ? അങ്ങനെയല്ലേ? ആ ആഭരണം ദേഹം കുലുങ്ങുമ്പോൾ ഈ കാഞ്ചിയും കുലുങ്ങുകയേ ഉള്ളൂ. മനസ്സിലാവാം? അപ്പൊ കനകച്ചിലങ്ക എന്തുകൊണ്ടെങ്കിലും കനകച്ചിലങ്ക വരുന്നത് കാരണം ഈ ചിലങ്ക കാലമായിട്ട് ലൂസായിട്ട് കെട്ടിയിരിക്കുന്ന ഒരു ആഭരണമായപ്പോൾ അത് തിരുവനന്തപുരം. കാഞ്ചന കാഞ്ചി അരയിൽ ചേർത്ത് കിട്ടിയിരിക്കുന്ന ആഭരണമായത് അത് ദേഹം കുലുങ്ങുമ്പോൾ അത് കുലുങ്ങുകയും ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് തീർച്ചയായും ശരിയാവും. കനകച്ചിലങ്ക കുലുങ്ങി ശരിയാവും. തെറ്റല്ലേ? എന്നാൽ ഇവ ശരിയല്ലേ? ഇവ ശരിയാണ്. വാക്കുകൾ ശരിയാണ്. വായിക്കാൻ പറ്റും. ഈ കണ്ണു എഴുതുക കനകച്ചിലങ്ക കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങിയായത് മനസ്സിലായി? ഇത് കവിതയിൽ കവികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഗോവിന്ദ കുറുപ്പിൻ്റെ കവിതകൾ വായിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇല്ലേ? പേരറിയാത്തോരു പെൺകിടാവേണ്ടി നേരറിയുന്നു ഞാൻ പാടുന്നു. പേരറിയാത്തൊരു പെൺകിടാവ്. ഒരു പെൺകിടാവ് ഇങ്ങനെ എഴുതുന്നത്
പുരോഗതി. ആ പെൺകുട്ടിയുടെ പേരറിയില്ല എനിക്ക്, പക്ഷെ എന്തറിയാം, നേരറിയാം. മനസ്സിലായോ? പേരറിയാത്ത പെൺകുടാവിൻ്റെ നേരെനിക്കറിയാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും പേരുണ്ട്, പേരറിയാം, പക്ഷെ ഞങ്ങൾക്ക് നേരറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഇത് ഈ ഗോവർക്ക് വന്നവർക്ക് കവിത എഴുതിയപ്പോഴത്തേക്കും അദ്ദേഹം ആ പെൺകുട്ടിയെ കുറിച്ച് എഴുതിക്കുന്ന പകരം കോവർന്ന് മണികൾ നാം പേരുകൊടുക്കും. കോവർന്ന് മണി. ഇങ്ങനെ കവിതയെക്കുറിച്ചും പിന്നെ സാഹിത്യത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു എന്തെങ്കിലും ചോദിച്ചുണ്ടാകും. വേറൊന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ സംഭാഷണം അധികം കവിതയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാതെ കവിത എങ്ങനെ എഴുതണമോ കവിത എഴുതുമ്പോൾ എന്താ നോക്കേണ്ടത് കവിത അങ്ങനെ ചോദിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഈ സംഭാഷണം സ്റ്റോപ്പ് നിർത്താമോ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് അച്ചടക്കം കൂടി, അതായത് അത് അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥികളാണ്. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. 1987 മുതൽ 89 വരെ ഞാൻ പഠിച്ച വിദ്യാർത്ഥിയാണ്. 87 ജനിച്ചിട്ടുണ്ടാവില്ല. അന്ന് 87 ഞങ്ങളുടെ കൂടെ പഠിക്കുമ്പോൾ ഈ ബിൽഡിങ്ങുണ്ട്. അന്നൊക്കെ ഡെവലപ്പല്ല സ്കൂൾ. ഇവിടെ ഈ കാണുന്ന ബിൽഡിങ്ങില്ല, താഴത്തെ ബിൽഡിങ്ങില്ല, അത് പ്ലസ് 2 അല്ല, ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നേരത്തെ ഇങ്ങനൊരു ഷെഡുണ്ടാകും. ഈ ഷെഡിൽ ഒരുപാട് ക്ലാസ്സാണ്. പക്ഷേ ക്ലാസ്സിന് ഇടയ്ക്ക് ഇങ്ങനെ ഈ മരമാണ്. ഈ മരം മാറ്റിക്കുന്ന ഒരു സ്റ്റേജാണ്. എല്ലാ സ്കൂൾ വാർഷികവും കൂടെ വെച്ചായിരുന്നു. ഈ സ്കൂൾ വാർഷികത്തിന് ഒരുപാട് കഥകളും കവിതകളുമായിട്ട് കുട്ടികൾ പങ്കെടുക്കുന്നതാണ്. പക്ഷേ അന്നും ഈ സ്കൂളിന് അച്ചടക്കം വളരെ പ്രധാനമാണ്. ഞാൻ പഠിക്കുമ്പോൾ അധ്യാപകരൊക്കെ വളരെ സ്ട്രിക്റ്റായിരുന്നു. ഇതൊരു മാതൃകാ സ്കൂളാണ്. ഇപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ശേഷം മറ്റൊരുപാട് വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തന ആളാണ്. പക്ഷേ ഇപ്പോഴും പഠിച്ച വിദ്യാലയങ്ങളിൽ ഏത് വിദ്യാലയമാണ് ഏറ്റവും നെഞ്ചിനെ കൊണ്ട് നടക്കുന്നത് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും, ഒരു സംശയം പറയും, എലിമെൻ്റ് സ്കൂളാണ്. എലിമെൻ്റ് സ്കൂളാണ്. ആ എലിമെൻ്റ് സ്കൂളിൻ്റെ പ്രത്യേകത കൊണ്ട് ഇവിടെ ഞങ്ങളെ മനസ്സറിയുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. ഒരുപാട് അധ്യാപകർ. ഇപ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലൊക്കെ താല്പര്യം തോന്നി കവിത രംഗത്തൊക്കെ കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം ഈ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച രാമപിള്ള സാറിന് സാറാണ്. സരസ്വതി ടീച്ചറില്ല. ഇപ്പോൾ ടീച്ചറിനാക്കി അങ്ങനെ സരസ്വതി ടീച്ചർ താമസിക്കും. സരസ്വതി ടീച്ചർ, രാമപിള്ള സാർ, ഇതെല്ലാവരും നമ്മുടെ മലയാള ഭാഷയെ മനസ്സുകൊണ്ട് എന്നിലേക്ക് അടുപ്പിച്ച ആൾക്കാരാണ്. ശാകുന്തളം കഥ പഠിപ്പിക്കുമ്പോൾ, ശാകുന്തളം എന്ന കഥ പഠിപ്പിക്കുമ്പോൾ സാറ് പറഞ്ഞ ആ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലാണ്. ദുഷ്യന്തനും ശാകുന്തളം അദ്ദേഹം മേശപ്പെട്ടുകാർ ഇരുന്നുകൊണ്ട് പുറത്തുനിന്നാകാറില്ല, ശ്രോതകൾ കാണാതെ പറയാം. അപ്പം മലയാള ഭാഷയെക്കുറിച്ച് എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് കൂടുതലുമായിട്ട് വാക്കുകൾ പകർന്നു തന്ന അധ്യാപകനാണ് എൻ്റെ ഈ വിദ്യാലയ. ആ അധ്യാപകരെ ഞങ്ങൾ ഇതുപോലെ സ്റ്റേജ് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ സൈലൻ്റായി. അന്ന് കുറച്ചും കൂടെ അധ്യാപകരോട് കുട്ടികൾക്ക് വളരെ പേടിയുള്ള കാലമാണ് അതുപോലെ. പക്ഷെ അന്ന് ഇത്രയും വർഷം കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും വളരെ സൈലൻ്റായിട്ട് ശ്രദ്ധയോടെ കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ മനസ്സിൻ്റെ ആലോചിക്കും, എൻ്റെ വിദ്യാലയം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അതേ തനിമയോടെ നിലനിൽക്കുന്നു, അതേ അഭിമാനത്തോടുകൂടി, അതേ പ്രൗഢിയോടെ കൂടി, അതേ വിദ്യാലയ സംസ്ഥാനമാണ്. ആ ഒരു പിന്തുണച്ച ഞാൻ ശരിക്കും ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം പുതിയ കുട്ടികളാണ്. ഇപ്പോൾ ഞാൻ ഈ ജോലി എടുക്കുന്ന മുമ്പ് ഞാൻ കൂട്ടുള്ള അധ്യാപകനാണ്.
അപ്പോൾ എനിക്ക് അധ്യാപനത്തിൻ്റെ ഞാൻ പഠിച്ച കാലവും ഞാൻ പഠിപ്പിച്ച കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ ബന്ധമുണ്ട് കുട്ടികളുടെ അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഏകദേശം കുട്ടികളുടെ പഠിത്തത്തിൽ മാറിയ കാലത്ത് ഇപ്പം വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുട്ടികൾ ഭയങ്കര ബഹളമായിരിക്കും, സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് കാര്യം എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ബിസിനസ് സംസാരിക്കാൻ എനിക്ക് അറിയാവുന്നതല്ല, അറിയാവുന്ന കാര്യം പറഞ്ഞുള്ളൂ. നമുക്ക് പിന്നെ ആത്മീയ പ്രഭാഷണങ്ങളൊന്നും അല്ല, നല്ല പറയാം കവിത എന്നുള്ള ഉള്ളൂ. പക്ഷേ അപ്പോൾ മനസ്സിലാത്ത കുട്ടികൾ എങ്ങനെയായിരിക്കും ഇതൊക്കെയായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഞാൻ ആദ്യം മുതൽ ഈ അവസാനം പോകുന്നത് 1 മണിക്കൂറോളാവും അല്ലേ. ഇതിനകത്ത് 1 മണിക്കൂറോളം നിങ്ങൾ വളരെ അച്ചടക്കത്തോടു കൂടി വളരെ ശ്രദ്ധിച്ച് നിന്നത് നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ഈ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത അത് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ പഠിച്ച കാലത്ത് ഈ അച്ചടക്കങ്ങളുണ്ടായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ അച്ചടക്കവും നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ജീവിത വിജയങ്ങൾ